ഹായ് ഗൈസ്, എല്ലാവർക്കും യുബോട്സിന്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് RPF വന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. RPF എന്നല്ലേ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. റെയിൽവേയിലും മറ്റും ഈ പോലീസുകാർ നിങ്ങൾ കാണാറില്ലേ, റെയിൽവേ പോലീസ് എന്ന് പറയുന്ന ആൾക്കാരില്ലേ, അതിലേക്കുള്ള എക്സാം ആണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ എക്സാം. ഓക്കെ, ഇത് നിലവിൽ കണ്ടക്ട് ചെയ്തിരുന്നത് RRB ആണ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ്. ഇപ്പോൾ RRBയോട് പറഞ്ഞേക്കാണ്, ഇനി നിങ്ങൾ ഈ എക്സാം കണ്ടക്ട് ചെയ്യേണ്ട, ഇനി ഇത് ആര് കണ്ടക്ട് ചെയ്തോളും? SSC അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇത് കണ്ടക്ട് ചെയ്തോളും. അതും കുറച്ച് മാറ്റങ്ങളും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. SSCയുടെ കയ്യിൽ ഇത് കിട്ടിയതോടുകൂടി CAPF അഥവാ സെൻട്രൽ ആർമഡ് പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ അതേ റെഗുലേഷൻസ് RPF കൊണ്ടുവന്നു. എന്താണ് റെഗുലേഷൻസ്? ഏജിൽ വന്ന മാറ്റം എന്തൊക്കെയാണ്? ഇനി പഴയ പോലെ എല്ലാ ഏജുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റില്ല. ജനറലൊക്കെ ആണെങ്കിൽ ഏജ് പറ്റ കുറച്ചിട്ടുണ്ട്. അതേപോലെ ഹൈറ്റ് പണ്ട് 165 ഇപ്പൊ അത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ മൊത്തം ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എന്ത് ചെയ്യാം, ഈ വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതേപോലെ തന്നെ ഇൻസ്റ്റന്റ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സ്ആപ്പ് ടെലഗ്രാം ചാനലുകളിലൊക്കെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാം. ഓക്കെ, നമുക്ക് കൂടുതൽ ഞാൻ വലിച്ചു നേടുന്നില്ല. അടിമുടി മാറ്റങ്ങളോടുകൂടിയാണ് ഇനി RPF എക്സാംസ് വരാൻ പോകുന്നത്. ആൻഡ് SSC ആസ്പിറൻസിന് ഇതൊരു ബോണസ് പോയിന്റും കൂടിയാണ്. നിലവിൽ SSC GD അതേപോലെ തന്നെ SSCയുടെ MTS എക്സാംസിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ ഒരു ഗൈഡ്ലൈനിൽ തന്നെ ആ ഒരു ജനറലിൽ തന്നെയാണ് ഏത് വരാൻ പോണത്, ഈ RPF എക്സാംസ് വരാൻ പോണത്. അതൊരു ബോണസ് പോയിന്റ് ആണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് നോക്കാം.